മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ ഹൂദ് നബി അലൈഹിസ്സലാം അവരൊക്കെ അവരുടെ സമുദായങ്ങളോട് പറഞ്ഞു കൊടുത്തത്, അതിൽ പിന്നെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, ഇതേ ആശയം ഹൂദ് നബി അലൈഹിസ്സലാമും പറഞ്ഞു, യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൗ മുജ്രിമീൻ. ഹൂദ് നബി അലൈഹിസ്സലാം ഇതേ ആശയം അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മാ. മൂന്ന് മഹാന്മാരായ പ്രവാചകന്മാരുടെ ജിഹ്വകളിലൂടെ അല്ലാഹു പറയുന്ന റിസ്ഖിന്റെ ഒരു കാരണം ഇസ്തഗ്ഫിറൂ, ഇസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, പൊറുക്കലിനെ ചോദിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമീങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 മറ 700 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യാതെ എഴുന്നേൽക്കാറില്ലായിരുന്നുവെന്ന് ഹദീസിൽ. സുബ്ഹാനല്ലാഹ്, നമുക്ക് 10 പ്രാവശ്യം 70 കഴിയുന്നുണ്ടോ? 700 മറ 700 തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്തവർക്ക് മാത്രമല്ലാതെ പറയാനുള്ളത് എന്നാ. ഇസ്തിഗ്ഫാർ തിന്മ ചെയ്യാത്ത അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമാണ്. അല്ലാഹു പാപങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം കൊടുത്ത നബിയാണ്. മറ്റമ്പിയാക്കന്മാരെ പോലെ തന്നെ ആ ഹബീബായ തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക അല്ലാഹുവിന്റെ നിഅമത്തിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിന്റെ ഉള്ള ഖുർബത്തിന്റെ തഖറബിന്റെ ഒരു വസീലയാണ്. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. തിന്മ ചെയ്തവർ എന്തായാലും വേണ്ടേ, ഇസ്തഗ്ഫിറൂ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വഅതൂബു ഇലൈഹി. നമുക്ക് 3 പ്രാവശ്യം പറയല്ലേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീമ വഅതൂബു ഇലൈഹി. ഏറ്റവും മഹോന്നതനായ അല്ലാഹുവേ, നിന്റെ ജനാബുൽ ഹഖിലേക്ക് ഞങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു തരേണമേ. വഅതൂബു ഇലൈക്, എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് ഖേദിച്ച് സങ്കടപ്പെട്ട് ഞാൻ മടങ്ങുകയാണ് അല്ലാഹ്. ഇത് മുഅ്മിനായ ഒരു മനുഷ്യൻ പറയുന്നത് ഭൂമിയിൽ നാട്ടിൽ മഴ പെയ്യാൻ കാരണമാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ, ഒരു സമൂഹം ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അവർക്ക് അല്ലാഹു മഴ കൊടുക്കും. വയുംദിദുക്കും ബിഅംവാൽ, അല്ലാഹു സമ്പത്ത് നൽകി നിങ്ങളെ അല്ലാഹു സഹായിക്കും. അംവാൽ, ഇതൊക്കെ നമ്മൾ കയറി പോകുന്നത് എന്തിനാ? കുറച്ച് പൈസ നാട്ടിലേറെ ഇവിടെ കിട്ടുമല്ലോ. അംവാൽ, എന്നാലും ഇസ്തിഗ്ഫാർ മറക്കണ്ട. ഉറുപ്പിന്റെ റേറ്റ് എത്രയാണെന്ന് മാത്രം നോക്കിയിട്ട് നടക്കണ്ട, ഇസ്തിഗ്ഫാറും ചെയ്യ്. അല്ലാഹു തആല യസിദുക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല എന്ത് ചെയ്യും? നിങ്ങളുടെ നിഅമത്ത് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന. അതുകൊണ്ടാണ് മക്കളില്ലാത്ത ആളുകൾ, മക്കളെ പ്രതീക്ഷിക്കുന്നവർ ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണമെന്ന് പറയുന്നത്. ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹ് സമ്പത്ത് തരും, മഴ തരും, സമ്പത്ത് തരും. ബിബനീൻ, മക്കളും തരും അല്ലാഹു തആല. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുന്നവർ. കഴിഞ്ഞില്ല, വയജ്അൽ ലക്കും ജന്നാത്തിൻ, നിങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമായ തോട്ടങ്ങൾ. മനുഷ്യന് ഭക്ഷിക്കാൻ തോട്ടങ്ങൾ വേണം, കൃഷിയിടങ്ങൾ വേണം. അത് അല്ലാഹു നിലനിർത്തി തരികയും വയജ്അൽ ലക്കും അൻഹാറാ, അത് നിങ്ങൾ പോലും കഷ്ടപ്പെട്ട് നനയ്ക്കേണ്ടതിന്റെ പകരം അല്ലാഹു ഭൂഗർഭ ജലം കൊണ്ട് അല്ലാഹു തആല നദികൾ ഒഴുക്കി നിങ്ങൾക്ക് നനച്ചു തരും. ഇസ്തിഗ്ഫാർ ചൊല്ലി എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയായ നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാം, നബിയുല്ലാഹി ഹൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുൽ അംബിയാഇ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 അമ്പിയാക്കന്മാരിലൂടെ അല്ലാഹു തആല ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട് ഖുർആനിൽ. ഇത് സമ്പത്തുണ്ടാകാനുള്ള കാരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്ത് ഹലാൽ കൊണ്ട് അല്ലാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ.
മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. ഏത് സത്യവിശ്വാസിനിയും നന്മകൾ ചെയ്ത് ജീവിക്കുമ്പോൾ അള്ളാഹു ഏറ്റവും നല്ല ജീവിതം അവർക്ക് അള്ളാഹു തആല നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നഹ്ലിൽ 97-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. സൽക്കർമ്മം ചെയ്യുന്നത്, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത്, വീട്ടുകാരും നമ്മളും നിസ്കാരം നിലനിർത്തിപ്പോരുന്നത്, തഖ്വയുണ്ടാകുന്നത്, ഒരു പ്രയാസത്തിൽ അല്ലാഹുവിനെ ഓർത്ത് സഹിക്കുന്നത്, ഇതൊക്കെ നിഅമത്ത് കിട്ടാനുള്ള വഴികളാണ്. അതുകൊണ്ട് യകൂനു ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. നിക്കാഹ് ചെയ്യാൻ വരുന്ന ആൾക്ക് അല്ലാഹു തആല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ച ആളാണെങ്കിൽ നിങ്ങൾ എന്തിനാ അത് പ്രശ്നമാക്കുന്നത്? സമ്പത്ത് കൊടുക്കുന്നതും എടുക്കുന്ന അല്ലാഹുവല്ലേ. യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി. നിക്കാഹ് ചെയ്യൽ അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടാനുള്ള നിമിത്തമാണ്. മനുഷ്യനോട് ചോദിക്കല്ലേ യാ അല്ലാഹ്. ഹദീസ് തന്നല്ലേ, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്താ? എന്നാൽ നിന്റെ മുഴുവൻ ആഗ്രഹവും അള്ളാഹുലേക്ക് നീ കൊടുക്ക്. തകുൻ അഹബ്ബൻ നാസ്, അല്ലേ? യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും. എനിക്ക് അള്ളാഹു തരണം, അല്ലേ? പിന്നെ ജനങ്ങളുടെ കയ്യിലുള്ളതെന്തോ അതിൽ നിന്ന് നീ ആശ വെടി. എനിക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം, ആരെങ്കിലും എന്നെ സഹായിക്കണം, ആരെങ്കിലും എനിക്ക് വല്ലതും ഉണ്ടാക്കി തരണം, അത് നീ പ്രതീക്ഷിക്കല്ല. തകുൻ അഹബ്ബൻ നാസ് യുഹിബ്ബുകൻ നാസ്. ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ വിഷയം നീ അള്ളാഹുലേക്ക് ബോധിപ്പിക്കാൻ, അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും, അല്ലേ? ജനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന് നീ പ്രതീക്ഷിക്കല്ല, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വല്ലതും കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരോട് മനുഷ്യർക്ക് സ്വാഭാവികമായും ഉറപ്പാണ്, അല്ലേ? ജനങ്ങളതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് അള്ളാഹു തന്നാൽ മതി. യുഹിബ്ബുകൻ നാസ്, ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടും, അല്ലേ? ദുനിയാവിൽ എനിക്കൊന്നും വേണ്ട, ദുനിയാവിൽ എനിക്ക് സുഖതാണ്, എനിക്ക് ത്യാഗമാണെന്ന് നീ ചിന്തിച്ചോ. യുഹിബ്ബുകല്ലാഹ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടും. അല്ലാഹു അവന്റെ ജനങ്ങളും അവന്റെ ഖൽഖും ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ.